ഞാനിന്ന് വളരെയധികം സന്തോഷത്തിലാണ്. കാരണം എന്റെ ശിഷ്യന്മാരൊക്കെ ആക്റ്റീവായി തുടങ്ങി. പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പലരും അവരുടെ ജീവിതത്തില് മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും ആത്മാക്കളെ ഒരുമിച്ച്, ഇത്രയും സോളിനെ കുറേ അധികമാണ് അല്ലെ? ഇത്രയും ആളുകൾ എല്ലാ ദിവസവും ഒരുമിച്ച് ഒരൊറ്റ സോളായി മാറുകയാണ്. ഇറ്റ്സ് എ ഹൈ പവർ എനർജി. സോൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു എനർജിയാണ്. അതോടൊപ്പം ഇത്രയും ആത്മാക്കൾ ഒരുമിച്ച് കണക്ട് ആകുമ്പോൾ ഇറ്റ്സ് എ ഹൈ എനർജി, അതിശക്തമായ പവർ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരിക്കൽ വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇതിലേക്ക് നിങ്ങൾ വരുന്നതിന് ഞാൻ ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ മനസ്സിന്റെ ആ സന്തോഷം, നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകും. ഇനി സന്തോഷമുള്ളത് തന്നെ ആദ്യം ഒരു കാര്യം പറയാം. ലോകത്തെ സകല മനുഷ്യരുടെയും ദുഃഖത്തിന് ഒരു കാരണം, ലോകത്തെ സകല മനുഷ്യരുടെയും കഷ്ടപ്പാടുകൾക്ക് കാരണഹേതു അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്, തുടക്കം അതറിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് അത് മാറ്റും? നിങ്ങൾ ആരൊക്കെ മാറ്റും ആ കാരണം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ? ലോകത്തെ സകല മനുഷ്യരുടെയും സകല പ്രശ്നങ്ങളുടെയും സകല കുഴപ്പങ്ങളുടെയും സ്റ്റാർട്ടിങ്, തുടങ്ങുന്നത് ഒരു കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം, പല കാരണങ്ങൾ, ഒന്നാമത്തെ കാരണം യെസ്, എല്ലാരും മാറ്റാൻ റെഡിയാണ്. ലോകത്ത് ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളും മൃഗങ്ങളും സസ്യലതാദികളും ആകാശവും മലനിരകളും എല്ലാം എല്ലാം സമയത്താണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ ഒരു ദിവസം പോലും അതിന് നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ നിന്നും ഒരു സെക്കൻഡ് പോലും മുന്നേ ഉയരുന്നില്ല, പിന്നെ താഴുന്നില്ല. ചന്ദ്രൻ അതിന് നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും മുന്നേ വരുന്നില്ല, പിന്നെയും ആകുന്നില്ല. 365 ദിവസവും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി 28 ദിവസം പൂർത്തിയാക്കുന്ന ചന്ദ്രൻ എല്ലാം അതിൻ്റെതായ സമയങ്ങളിൽ മാത്രമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്റെ മുന്നിലിരിക്കുന്ന ഇത്രയും ആത്മാക്കൾ, ഞാൻ എന്റെ മുന്നിലിരിക്കുന്നവരോടും എന്റെ ശബ്ദം കേൾക്കുന്നവരോടുമാണ് സംസാരിക്കുന്നത്.
എന്റെ ശബ്ദം എപ്പോഴെങ്കിലും കേൾക്കുന്നവർ, അല്ലെങ്കിൽ ഈ ശബ്ദത്തെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. ലോകത്ത് ഇത്രയും ശക്തിയുള്ള, ലോകത്ത് സകല ചരാചരങ്ങളിലും സകല സൃഷ്ടികളിലും വച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്മൾ, ഈ ആത്മാക്കൾ, നിങ്ങൾ, ഇതൊക്കെല്ലാം വലിയ ശക്തിയാണ്. എന്റെ മുമ്പിലിരിക്കുന്ന ഇത്രയും സോളുകൾക്ക് ഭയങ്കര പവറാണുള്ളത്. ഹൈ പവർ. ലോകത്തെന്തിനേയും നയിക്കാൻ കഴിയുന്ന, ലോകത്തെന്തിനേയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഹൈ പവർ ഉള്ളവരാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. നിങ്ങൾ മാത്രം സമയത്തിനല്ല ഓടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മനുഷ്യന്റെ ദുഃഖത്തിന്റെ ഒന്നാമത്തെ കാരണം. നിങ്ങൾ ശർക്കര വാങ്ങിക്കൊണ്ടുവരും, അതിലിടാനുള്ള അട വാങ്ങിക്കൊണ്ടുവരും, പാല് വാങ്ങിക്കൊണ്ടുവരും, എല്ലാം ചേർത്ത് പായസം ഉണ്ടാക്കും. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും പായസം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് പായസത്തിന്റെ ആ യഥാർത്ഥ ടേസ്റ്റ് കിട്ടൂല. 100% നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് വരെ, ഈ സമയം വരെ കിട്ടിയിട്ടില്ല. പായസത്തിന്റെ യഥാർത്ഥ ടേസ്റ്റ്, റോ ടേസ്റ്റ്, ഞാൻ ഗ്യാരണ്ടി പറയുന്നു, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നിമിഷത്തിന്റെയും, ഈ നിമിഷത്തിന്റെ പോലും യഥാർത്ഥ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് മുതൽ നിങ്ങൾക്ക് അത് കിട്ടണം. ഈ സന്തോഷത്തിന്റെ നിമിഷത്തിൽ ഞാൻ അതാണ് നിങ്ങൾക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം മനുഷ്യൻ മാത്രം ഒന്നുമല്ലെങ്കിൽ അവൻ മുന്നേ ചലിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ പിന്നെ ചലിക്കുകയാണ്. എന്റെ സംശയമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ജീവിതത്തിൽ എന്നോ കടന്നുപോയ, എന്നോ നടന്നുപോയ കാര്യത്തെക്കുറിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച്. ഇപ്പം ഇത്രയും മഹത്തായ ഒരു വേദിയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന യാഥാർത്ഥ്യ ബോധം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാധാരണ കാര്യങ്ങളെ കുറിച്ചല്ല. നിങ്ങൾ ഒരു കാര്യം ടേസ്റ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഒരു കാര്യം ജീവിതത്തിൽ എന്തും എന്തും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, ഫീൽ ചെയ്യുമ്പോൾ, അറ്റ് പ്രസന്റ് എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ അതിന്? എന്ത് ഫീലിംഗ് ആയിരിക്കും എന്നറിയോ അതിന്? അത് നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ കാരണം, നമുക്കെല്ലാം, നിങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര അസാമാന്യമായ പവർ ഉണ്ട് നിങ്ങളുടെ സോളിന്. അസാമാന്യമായ ശക്തി, ലോകത്തെന്തിനേയും നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തി. എല്ലാത്തിനും മുകളിലാണ് നിങ്ങൾ, എല്ലാത്തിനും. ബിയോണ്ട് എനി ലിമിറ്റ്, ബിയോണ്ട് എനി റൂൾസ്. നമ്മളെല്ലാവരും നമ്മുടെ ഒരു ഡ്യൂട്ടി കൂടി ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട്, അല്ലെ? നമ്മുടെ കർമ്മം കൂടി ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആ കർമ്മങ്ങൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ ഇവിടുത്തെ കർമ്മം, ഡ്യൂട്ടീസ് ആണ്, ഡ്യൂട്ടീസ്. ഡ്യൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആകണല്ല നിങ്ങൾ. നിങ്ങൾ അതും ചുമന്നുകൊണ്ട് നടക്കുക. നിങ്ങൾ മരണം വരെ ആ ഡ്യൂട്ടീസ് ചുമന്നുകൊണ്ട് നടക്കണം. ഡ്യൂട്ടീസ്. നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആകുന്നത്? ഒരു ഡ്യൂട്ടി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ആ ഡ്യൂട്ടിയിൽ നിന്നും നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യണം. ഡിറ്റാച്ച്, വേർപെടണം. ഒരു ഡ്യൂട്ടി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു ജോലിക്കാരനാണ്, ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്. ആ ജോലി ചെയ്തു, അതിന് നിങ്ങൾക്ക് ആ തൊഴിലുടമ ഒരു 100 ഇരട്ടി കൂലിയും തരുവാണ്. അപ്പൊ ജോലി ചെയ്ത് തീർത്ത സംതൃപ്തിയും 100 ഇരട്ടി പ്രതിഫലം കിട്ടിയ സംതൃപ്തിയും ചേർത്തിട്ട് നിങ്ങൾ പോവുകയാണ്. ആ സമയത്ത് ഉണ്ടാകുന്ന ഫീലിംഗ് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി.
നിങ്ങളുടെ ഓരോ കർമ്മത്തിലും നിങ്ങൾ കടന്നു പോയത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, നിങ്ങൾക്ക് മോശം സംഭവിച്ചായിക്കൊള്ളട്ടെ, നിങ്ങൾ മോശം ചെയ്തതായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ എന്ത് ഡ്യൂട്ടിയും ആയിക്കൊള്ളട്ടെ, അത് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നാളെ കാശുണ്ടാവോ, നാളെ ബിസിനസ് കിട്ടുമോ, ഇതൊന്നും നിങ്ങളുടെ ഡ്യൂട്ടി അല്ല. ഇന്നത്തെ ബിസിനസ് കഴിഞ്ഞു, ഇന്നിനി പൈസ വരാനുണ്ട്, ഇപ്പൊ വരുമോ, നാളെ കിട്ടുമോ, അവൻ എനിക്ക് തരുമോ? നോ. അത് നാളത്തെ കാര്യമാണ്. ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഭൂമിയും എല്ലാം സമയാസമയങ്ങൾ ചലിക്കുമ്പോൾ നിങ്ങളും സമയാസമയങ്ങൾ ചലിച്ചാൽ, നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്താൽ, നിങ്ങളുടെ സകല ദുഃഖങ്ങളുടെയും സകല കുഴപ്പങ്ങളുടെയും കാരണം, ഒന്നാമത്തെ കാരണം ഈ ടൈം. ഈ ടൈം ഇപ്പോൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയണം. ഞാൻ മറ്റുള്ള ഭൂമിയിൽ ആർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഇത്രയും സോളുകളുടെ കൂടെ, ഇത്രയും ആത്മാക്കളുടെ കൂടെ, ആരും സാധാരണഗതിയിൽ ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കേട്ടുകൊണ്ടിരിക്കുക. എന്റെ ഫീലിംഗ്, ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീലിംഗ്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. എല്ലാരും ക്ലോസ് യുവർ ഐസ്, ജസ്റ്റ് കണ്ണൊന്നടയ്ക്കുക. ഇത്രയും ആത്മാക്കൾ ഒരുമിച്ച് കണക്ട് ആവുകയാണ്. ജസ്റ്റ് ഫീൽ ഇറ്റ്. ഓപ്പൺ യുവർ ഐസ്. സ്ഥിരമായി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് ഇപ്പൊ ആ ഫീലിംഗ് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ വാല്യൂ നൽകണം. വാല്യൂ ജീവിതത്തിൽ ഓരോന്നിനും. കിട്ടുന്ന ഒരു പച്ചവെള്ളത്തിന് കൂടി, ഞാൻ അതാ പറഞ്ഞ പച്ചവെള്ളം കൂടി ടേസ്റ്റ് ചെയ്തിട്ട് അറ്റ് പ്രസന്റ്, അന്നേരം നമ്മൾ മുമ്പുള്ള നടന്നതൊന്നും നമ്മൾ ചിന്തിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ മുമ്പ് നടന്നതൊന്നും നമ്മൾ ചിന്തിക്കരുത്. ശേഷം വരാനിരിക്കുന്നതും ഒന്നും ചിന്തിക്കരുത്. പായസം കുടിക്കുമ്പോ പായസം കുടിക്കുമ്പോ ആ പായസത്തിന്റെ ടേസ്റ്റ്, അത് മാത്രമായിരിക്കണം അന്നേരത്തെ ചിന്ത, അന്നേരത്തെ ചിന്ത, ആ സമയത്തെ ചിന്ത. വേറെ ഒന്നും ചിന്തിക്കരുത്. അതാണ് ടൈം. കഴിഞ്ഞ ദിവസം മിഥുൻ ചോദിച്ചു മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്, അല്ലെ? എല്ലാ മനുഷ്യർക്കും ആഗ്രഹം ഉണ്ടാവും. മരണത്തെ പേടിയുള്ള ആളുകളാണല്ലോ എല്ലാരും, അല്ലെ? മരണത്തെ പേടിയുള്ളവരല്ലേ എല്ലാരും? എത്രയൊക്കെ ഒളിച്ചു വെച്ചാലും പേടിയൊക്കെ ഉണ്ടെന്നൊക്കെ എനിക്ക്. കുറച്ചു പേർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. മരണത്തെ പേടിയില്ലാതെ ആയ ആളുകളുണ്ട്. യെസ്. പേടിയില്ലാത്തവരും ഉണ്ട്. ഒരിക്കലും മരണത്തെക്കുറിച്ച് നിങ്ങൾ ഭയത്തോടെ ആലോചിക്കരുത്. ഭയത്തോടെ, ഭയത്തോടെയാണ് മരണത്തെ ആലോചിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മരണം ആകുമ്പോഴും പേടിയോ. അതൊരിക്കലും ഒരു അവസാനമായിട്ട് തോന്നരുത്. ഒരു അവസാനം, അതൊരു ഒരു അനാവരണം, ഒരു കൂട് വിട്ട് കൂട് മാറുക എന്ന് പറയും. കൂട് വിട്ട് കൂട് മാറുക. ഒരിക്കൽ റൂമി പറഞ്ഞു, ഞാൻ ഒരു ധാതു മണ്ണിൽ നിന്നും, ആ മണ്ണ് മരിച്ച് ഒരു ധാതു, ആ മണ്ണിൽ നിന്നുണ്ടായ ധാതു മരിച്ച് അതിൽ നിന്നും ഒരു സസ്യമായി വളർന്നു. ഞാനൊരു സസ്യമായി മരിച്ച് മൃഗമായി വളർന്നു. ഞാൻ മൃഗമായി മരിച്ച് മനുഷ്യനായി വളർന്നു. ഞാൻ എന്തിനെയാണ് ഭയപ്പെടുന്നത്?
മരിക്കുന്നതിലൂടെ ഞാൻ എപ്പോഴാണ് താഴ്ന്നത്? ഞാൻ ഉയരുകയല്ലേ ചെയ്തത്. ഇതൊരു പ്രതീകാത്മകമായി പറഞ്ഞതാണ്, പ്രതീകാത്മകമായി. നിങ്ങൾ ഒരിക്കലും മരണത്തെ ഒരു നിഴലായി കാണരുത്. അതൊരു രണ്ടാം ജന്മമായിട്ടാണ് കാണുന്നത്. അടുത്തൊരു ജന്മം, അടുത്തൊരു സ്റ്റേജ്. ഈ ഭൂമിയിൽ നിങ്ങൾ വെറും ബേബി സിറ്റിംഗിലാണ്. ബേബി സിറ്റിംഗ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ബേബി സിറ്റിംഗിന്റെ വാക്കുകളാണ്. മാക്സിമം LKG UKG വരെ നിങ്ങൾക്ക് ഇവിടെ ഇതുള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറിയിട്ട് ഭൂമിയില്, ഈ ഭൂമിയിൽ. അതിനപ്പുറമാണ് 1-ാം ക്ലാസ്. 1-ാം ക്ലാസ് അതിനപ്പുറത്താണ്. ആ 1-ാം ക്ലാസ് എന്ന് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റൂല. 1-ാം ക്ലാസ്സിനെ പോലും നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഇപ്പൊ ഞാൻ ഇത്രയും ദിവസം, നിങ്ങളൊരു 40 ദിവസമായി കേൾക്കുന്നവരുണ്ട്, 10-15 ദിവസമായി കേൾക്കും, പിന്നെ ആദ്യമായിട്ട് വന്ന് കേൾക്കുന്നവരുണ്ടാവും. ഓക്കെ അല്ലെ? അവർ ഏത് രീതിയിൽ ഇവിടെ നിന്ന് പോകുന്നുവോ ആ രീതിയിൽ ഫേസ് ചെയ്യും. ആത്മഹത്യ എന്ന് പറയുന്നത് ചെയ്യരുത്, അത് കൊടും പാപം എന്ന് പറയുന്നത്, ഇവരാ പോകുന്ന കണ്ടീഷൻ എന്താണ്? അത് വളരെ വിഷമകരമായ ഒരു കണ്ടീഷൻ. അതുകൊണ്ട് അവർ അപ്പുറം അത് ഫേസ് ചെയ്യുകയാണ്. അപ്പൊ അവരുടെ മക്കളോ ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ചും അല്ലാതെയൊക്കെ ആണ് അതിനെ പിന്നീട് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. അതെ, ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. ഓക്കെ, ആത്മാവിന് ജനനവും ഇല്ല, മരണവും ഇല്ല. ഉം. അത് തന്നെയാണ് എല്ലാ മതങ്ങളും പറയുന്നത്. എല്ലാ മതങ്ങളും മുക്തി, മോക്ഷം, സ്വർഗം, ഇതെല്ലാം ഇതെല്ലാം ഇവിടെ ഇറുകി പിടിച്ച ഒരു വസ്ത്രത്തിൽ നിന്നും പുറത്ത് കിടന്ന് ഭാരമില്ലാതായി മാറുന്നോന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ നല്ല ഞെരുങ്ങിയ ഒരു ഡ്രസ്സ് ഇട്ടു, കുറെ സമയം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു ഹൈറ്റ് വരും അല്ലെ? അതിൽ നിന്നും നമ്മള് മുഖം മൂടിയില്ലാതെ ഭാരമില്ലാതെ നമ്മൾ മാറുന്നോന്നാ സംഭവിച്ചു നോക്കി. ശരീരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഒരിക്കലും ആത്മാവ് നഷ്ടപ്പെടുന്നില്ല. ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഒരു യുക്തിവാദിക്കോ നിരീശ്വരവാദിക്കോ ഒക്കെ അത് പറയാൻ പറ്റും. പക്ഷേ അവർക്ക് ഒരിക്കലും അത് സങ്കല്പിക്കാൻ കഴിയില്ല. സങ്കല്പിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വീണ്ടും വീണ്ടും കൺഫ്യൂഷൻസ് വന്നുകൊണ്ടിരിക്കും. വീണ്ടും വീണ്ടും എന്താണ് സത്യം, എന്താണ് സത്യം, എന്താണ് സത്യം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും ഒരു ശരീരത്തിൽ നിന്നും ആത്മാവ് പുറത്തു വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കർമ്മത്തിൽ നിന്നും അത് പൂർത്തിയാക്കി നിങ്ങൾ ഒരു ജോലി ഏറ്റെടുത്തു, അത് നന്നായി പൂർത്തിയാക്കി, അതിന് 100 ഇരട്ടി പ്രതിഫലം കിട്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ്, സെയിം ഫീലിംഗ്. ഞാൻ ആദ്യം സമയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ ഒരു ജോലി ഏറ്റെടുത്തു, അത് നന്നായി പൂർത്തിയാക്കി, നന്നായി, അതിന് പറഞ്ഞതിന്റെ 100 ഇരട്ടി കൂലിയും കിട്ടി. അത് കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് എന്തായിരിക്കും? അതാണ്. നിങ്ങളുടെ പേരോ നിങ്ങളുടെ മുഖമോ നിങ്ങളുടെ ഓർമ്മകളോ അല്ല, കളിമൺ പാത്രത്തിനകത്തുള്ള കളിമൺ പാത്രത്തിനകത്തുള്ള ഒരു തുള്ളി പാത്രം പൊട്ടിപ്പോയി കഴിയുമ്പോൾ ആ ഒരു തുള്ളി സമുദ്രത്തിൽ ലയിക്കും. പിന്നെ ആ തുള്ളിക്ക് എന്തു ആവാം? സമുദ്രമായി മാറാം, എങ്ങനെ സഞ്ചരിക്കാം അല്ലെ? ആ തുള്ളി വന്നിടത്തേക്ക് തന്നെ മടങ്ങും. തുള്ളി മരണശേഷം നിങ്ങൾ വ്യത്യസ്തമായി മാറുന്നില്ല. നിങ്ങൾ ഇതിനകം ആയിരിക്കുന്നതിനേക്കാൾ കൂടുതലായിത്തീരുന്നു, കൂടുതൽ. പക്ഷെ നിങ്ങൾ ഇവിടം ഹൃദയം വെറുപ്പിനാൽ, അസൂയയാൽ, കാപട്യത്താൽ ഭാരമുള്ളതാണെങ്കിൽ അത് പോകുമ്പോഴും നമ്മൾ ആ മൂടുപടം കട്ടിയുള്ളതായി തീരും. നിങ്ങളുടെ ഹൃദയം സ്നേഹത്താൽ നിറഞ്ഞതാണെങ്കിൽ ആ പ്രകാശം, ആ പരമാത്മാവ്, സൃഷ്ടാവ്, ഈശ്വരൻ, ദൈവം, അള്ളാഹു,
ഒരു കാന്തം പോലെ അതാണ് മിന്നൽ വേഗത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറയുന്നത്. മിന്നലല്ല, മിന്നിനേക്കാൾ വേഗത്തിൽ. മോക്ഷം, നിമിഷ നേരം കൊണ്ട് മോക്ഷം. നമ്മളൊരു കണ്ണാടിയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ മരണവും ഒരു കണ്ണാടിയാണ്. അത് നിങ്ങളെ വിധിക്കുമല്ല, അതും വിധിക്കുമല്ല, നിങ്ങളെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്തായി നടിച്ചു എന്ന് വെളിപ്പെടുത്തും. നിങ്ങൾ എന്തായി നടിച്ചു എന്ന്, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് ഇവിടെ അഭിനയിച്ചതെന്നല്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് എന്നത് നമ്മളെ കാണിക്കും. മരണാനന്തം ആത്മാവിന്റെ ഒരു യാത്രയുണ്ട്. വിവിധ മതഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞത് വച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഒരു യാത്ര അന്തർലീനമായ ആ ലോകം എന്നാണ് ഹിന്ദു ഉപനിഷത്തുകൾ പറയുന്നത്. ക്രിസ്ത്യൻ ഇതിനകത്തും ആത്മാവിന്റെ ഒരു യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. മുസ്ലിം ഇതിൽ ബർസക്കിയായ ലോകം എന്നാണ് പറയുന്നത്, അന്തർലീനമായ യാത്ര. അത് ശിക്ഷയുടെയോ പ്രതിഫലത്തിന്റെയോ ഒരു സ്ഥലത്തേട്ടല്ല ഫസ്റ്റ് പോകുന്നത്, മറിച്ച് സാക്ഷാത്കാരത്തിന്റെ ഓരോ പ്രവൃത്തിയും, ആത്മാവ് മാറി നിന്നിട്ട് അവന്റെ ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തിയും ഉദ്ദേശവും വെളിച്ചവും എല്ലാം അവൻ നോക്കും. അതുകൊണ്ടാണ് എല്ലാ ദിവസവും വൈകുന്നേരം നമ്മുടെ പ്രവൃത്തിയെ ഒന്ന് വിലയിരുത്തണമെന്ന് പറയുന്നത്. നമ്മുടെ പ്രവൃത്തിയെ രാത്രി എല്ലാ ദിവസവും ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു, ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു, കുറെ ചീത്ത കാര്യങ്ങളും ചെയ്തു, ഒക്കെ ചെയ്തു. പക്ഷെ ഇന്ന് തന്നെ ഞാൻ അതിനൊന്ന് മാർക്കിട്ടു. ഓക്കെ, കുറെ തെറ്റുകൾ സംഭവിച്ചു. തെറ്റുകൾ സംഭവിച്ചതെല്ലാം ഞാൻ അറിയാതെ അല്ലെങ്കിൽ എന്റെ സാഹചര്യം കൊണ്ട് വന്നു പോയതാണ്. അതെല്ലാം കണക്ക് കൂട്ടി ഏറ്റവും ശരിയെല്ലാം വച്ചു. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്തു, അതെല്ലാം വിട്ടു. നാളെ മുതൽ ഒരു പുതിയ മനുഷ്യൻ. എല്ലാം ഇവിടെ സറണ്ടർ ചെയ്തു, എല്ലാം സമർപ്പിച്ച് ആ ഡിവൈനിറ്റിയുടെ ആലിംഗനത്തിൽ കിടന്നുറങ്ങണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആത്മാവ് ഒന്ന് മാറി നിന്നൊന്ന് നോക്കും നമ്മുടെ ആ പ്രവർത്തനത്തെ. രണ്ടാമതായി വിശ്വസിക്കുന്നത് ആത്മാവ് ആ പരമാത്മാവുമായി കാണും എന്നുള്ളതാണ്. പരമാത്മാവുമായി സെക്കൻഡ് സ്റ്റേജ് ഡിവൈനിറ്റിയുമായിട്ടുള്ള കണ്ടുമുട്ടലാണ്. ബ്രഹ്മത്തിലേക്കുള്ള കണ്ടുമുട്ടൽ, പരമാത്മാവുമായിട്ടുള്ള കണ്ടുമുട്ടൽ, ദൈവവുമായിട്ട്, ഈശ്വരനുമായിട്ട്, സൃഷ്ടാവുമായിട്ടുള്ള കണ്ടുമുട്ടൽ. നിങ്ങൾ എങ്ങനെയാണോ സ്നേഹിച്ചത് ആ സ്നേഹിച്ച അതേ അർത്ഥത്തിൽ നിങ്ങൾ ദയയെയും കാരുണ്യത്തെയും സ്നേഹിച്ച് ദൈവം അനന്തമായ കാരുണ്യമായി നിങ്ങളുടെ മുന്നിൽ പ്രതീക്ഷപ്പെടും. നിങ്ങൾ ദൈവത്തെ ഭയന്നുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരുണ്ട്. അവര് ഭയത്തോട് കൂടിയിട്ട് ദൈവത്തെ കാണും, ഭയത്തോട് കൂടി. പക്ഷെ ഇഷ്ടമായിരിക്കും, നല്ല കാര്യങ്ങളല്ല ചെയ്തിട്ടുള്ളത്, ഭയത്തോട് കൂടിയായിരിക്കും പക്ഷെ കാണുക. സ്നേഹത്തോടെ കാണുന്നവൻ സ്നേഹത്തോടെ കാണും, ഭയത്തോടെ കാണുന്നവൻ ഭയത്തോടെ കാണും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു സുഹൃത്തുണ്ട് നിങ്ങൾക്ക്, വലിയൊരു സുഹൃത്ത്, ലോകത്ത് എന്തും ചെയ്യാൻ ശക്തിയുള്ള സുഹൃത്ത്. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നൊടിയിടയ്ക്കുള്ളിൽ നിങ്ങളുടെ തരാൻ കഴിവുള്ള സുഹൃത്ത്. ആ സുഹൃത്തിനോട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്നേഹമാണ് ചിലർക്ക് ഉണ്ടാകുക, അതിയായ സ്നേഹം, സ്നേഹത്തോടൊപ്പമുള്ള ബഹുമാനം. ചിലർക്കാകട്ടെ, കാരണം ആ സുഹൃത്തിന് ഒരു കഴിവും കൂടി ഉണ്ട്, നീ ഇല്ലാതാവട്ടെ എന്ന് പറഞ്ഞാൽ നീ ഇല്ല, നിന്നെ നശിപ്പിക്കാൻ, ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ട് ചിലരെന്ത് ചെയ്യും, ഈ സുഹൃത്തിനെ പേടിയോടുകൂടിയും കാണും. മനസ്സിലായോ? പേടിയോടുകൂടിയും കൂടെ കാണും. അപ്പൊ എങ്ങനെയായിരിക്കും അവർ ആ സുഹൃത്തിനെ കാണുക? ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, അതോടൊപ്പം അതിനേക്കാൾ അപ്പുറത്ത് പേടി കൂടി ഉണ്ടാവും. എന്നാൽ ചിലരാകട്ടെ അതിശക്തമായ സ്നേഹം മാത്രമായി. അവരാ സുഹൃത്തിനെ കാണുന്നത് സ്നേഹം കൊണ്ട് മാത്രമായിരിക്കും. എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമല്ല, സ്നേഹം. ആ സ്നേഹമായിരിക്കും നിങ്ങളെ അവിടെ നയിക്കുന്നത്. ഭയമാണെങ്കിൽ ഭയം, അതിനുശേഷം ആലിംഗനം. പിന്നീട് പുനഃസമാഗമം, പുനഃസമാഗമം, റീയൂണിയൻ. 3 സ്റ്റേജാണ് വരുന്നത്. റീയൂണിയൻ. എല്ലാ ആത്മാക്കളും അറിയാം, അത് ആത്മാക്കളുടെ ഋതം, അവർ നൃത്തം ചെയ്യുന്നു.
എന്നാൽ ഈ ഭൂമിയിൽ നിന്നും എല്ലാം ആ ഒരു വെറുപ്പോട് കൂടി, അസൂയോടുകൂടി, അഹങ്കാരത്തോടു കൂടി, ആ നേടിയ ഈഗോയോട് കൂടി, ഇന്ന് റുബീനാമൻ പറഞ്ഞ ഈഗോ, ആ ഈ ഒഴിവാക്കി ഗോയായിട്ട് പോവാണെങ്കിൽ നൃത്തം ചെയ്യാം, റിതം. അതല്ല, ഇവിടെ ഈ അഹങ്കാരവും അസൂയവും കാപട്യവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ മനസ്സിനോടൊപ്പം അന്നേരം നിൽക്കുക. ചിലർ ചോദിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ? രണ്ടാത്മാക്കൾക്കും ഒരുപോലെ ഒരുപോലെ അത് നമുക്ക് പറയാനൊന്നും പറ്റൂല. നിങ്ങൾ വിചാരിക്കും ഭയങ്കര സ്നേഹമുണ്ട് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കളും തമ്മിലൊക്കെ. അവരുടെ ഉള്ളിൽ എന്താണെന്ന് ഒരുത്തനും പറയാൻ പറ്റും. ഒരുത്തനും പറയാൻ പറ്റൂല. രണ്ടാത്മാക്കൾക്കും ഒരേ വൈബ്രേഷനും ഒരേ ഫ്രീക്വൻസിയും ഒരേ രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അവർക്ക് അവിടെ മീറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ അവർ അവരുടേതായ സ്വതന്ത്രമായ ഇതിലിട്ട് പോകും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെല്ലാം വ്യത്യസ്തരാണ്, നിങ്ങളെല്ലാം സിംഗിൾ ആണ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ചില അങ്ങനെ വൈബ്രന്റ് ആയിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരുണ്ടാവാം, മക്കളുണ്ടാവാം, ഉണ്ടാവാം. അവരങ്ങോട്ടും അതുകൊണ്ടാണ് നിങ്ങൾ അത്രയും ഫ്രീ ആണ് എന്ന് പറയുന്നത്. അത്രയും ഫ്രീ ആണ്. ആവശ്യമുണ്ടെങ്കിൽ രണ്ട് ഇരു കൂട്ടർക്കും ഒരുപോലെ ഒരാൾക്ക് ബോധം ഉണ്ടായിട്ട് കാര്യമില്ല. ഒരാൾക്ക് അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നിനെയും പിടിച്ചു വെക്കരുത്, ഹോൾഡ് ചെയ്യരുത് എന്ന് പറയുന്നത്. ഒരാൾക്ക് താല്പര്യമുണ്ട്. എനിക്ക് ഈ റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ ഇഷ്യൂ അതാണ്. ഒരാൾക്ക് താല്പര്യം ഉണ്ടാവും, മറ്റേ ആൾക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കേണുകൊണ്ടിരിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് പുനഃസമാഗമം, ആത്മാക്കളുടെ റീയൂണിയൻ. ഈ ജീവിതത്തിൽ ഭൂമിയിൽ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ കേൾക്കുകയും സത്യത്തോട് നിങ്ങൾ അടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പുനഃസമാഗമം എന്ന് പറയുന്നത് ഉണ്ടാവും, റീയൂണിയൻ. ഓരോ ആത്മാവും ഓരോ ആത്മാവും അതിന്റെ സ്നേഹത്തിന്റെ രൂപത്തിനനുസരിച്ചാണ് മരണത്തെ ആസ്വദിക്കുന്നത്. എത്രത്തോളം ഡിവൈനുമായിട്ട് നിങ്ങൾക്ക് സ്നേഹമുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് മരണത്തെ ആസ്വദിക്കും. അതുകൊണ്ടാണ് സന്യാസിമാരും സൂഫി വര്യന്മാരും വിശുദ്ധന്മാരൊക്കെ പറഞ്ഞു മരിക്കും മുമ്പ് നിങ്ങൾ മരിക്കുക എന്ന് പറഞ്ഞു. അതായത് നേരത്തെ പോയി മരിക്കാനല്ല, ആത്മഹത്യ ചെയ്യാനല്ല, മരിക്കുന്നതിന് മുമ്പ് നിന്റെ ഈഗോ മരിക്കുക. അത് ഇത് കെട്ടുപാടുകൾ, ബന്ധങ്ങൾ, അത് മറ്റു പല പല ന്യായങ്ങൾ, ഞാനെന്ന ഭാവം, പല അറിവുകൾ, മിടുക്കൻ മിടുക്കൻ എന്ന അറിവ്, ഞാൻ അത് നേടിയവനാണ്, ഇത് നേടിയവനാണ്, മറ്റു നേടിയവനാണ്, മറിച്ച് നേടിയവനാണ് എന്നുള്ള ഭാവം, നിങ്ങളുടെ അഹങ്കാരം, നിങ്ങളുടെ തെറ്റായ സ്വത്വം, നിങ്ങളുടെ ഭയം, അങ്ങനെ എല്ലാം എല്ലാം നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് എല്ലാം നിങ്ങൾ മരിക്കും. നിങ്ങളുടെ അഹങ്കാരം മരിക്കട്ടെ, നിങ്ങളുടെ തെറ്റായ നിങ്ങളുടെ സ്വത്വം, നിങ്ങളുടെ ഈഗോ മരിക്കട്ടെ, നിങ്ങളുടെ ഭയം മരിക്കട്ടെ. അങ്ങനെ യഥാർത്ഥ മരണം വരുമ്പോൾ എടുക്കാനൊന്നും ബാക്കി ഉണ്ടാവൂല. എടുക്കാൻ എടുക്കാൻ ഒന്നും ബാക്കി ഉണ്ടാവൂല. എടുക്കാൻ ഒന്നും ബാക്കി ഉണ്ടാവൂല. നിങ്ങൾ ഒരുങ്ങേണ്ടത് മരണത്തെ ഭയന്നല്ല, ജീവനോടെ തന്നെ വളരെ പ്രകാശമായി അത്രയും സമർപ്പിച്ച് എല്ലാം എല്ലാം വിട്ട് മരിക്കുന്ന സമയത്ത് ചിന്തിക്കണം, അത് എന്റെ ഡിവൈന്റെ സൃഷ്ടാവിന്റെ ഒരു സൗമ്യമായ ഒരു ചുംബനം മാത്രമാണ്. ഇത് വിടുവാണ്, ഈ ശരീരം വിട്ട്. നിങ്ങൾ ഒരിക്കലും ശരീരമല്ല, ഈ ശരീരമല്ല നിങ്ങൾ. നിങ്ങളൊരു യാത്രക്കാരനാണ്. നിങ്ങൾ കടന്നു പോവുകയാണ് ശരീരത്തിലൂടെ. ബോട്ടല്ല നിങ്ങൾ, കാറല്ല നിങ്ങൾ. നിങ്ങൾ കാറിനുള്ളിൽ ജനിച്ചുകൊണ്ട് കാറാണ് നിങ്ങൾ എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. കാറല്ല നിങ്ങൾ. നിങ്ങൾ അതിന്റെ എനർജിയാണ്, ജ്വാലയാണ്, മെഴുകുതിരിയല്ല നിങ്ങൾ. നിങ്ങൾ കാറ്റാണ്, ജ്വാലയാണ്. ഓടക്കുഴലിലൂടെ നമ്മൾ കേൾക്കുന്ന മ്യൂസിക്കില് രാവിലെ കേൾക്കുന്ന മ്യൂസിക് അല്ല നിങ്ങൾ. മ്യൂസിക് അതിലെ ആ കാറ്റാണ്, കടന്നു ഓടക്കുഴലല്ല നിങ്ങൾ. ആ ഓടക്കുഴലിലൂടെ കടന്നു പോകുന്ന കാറ്റാണ്. അതിനാൽ തിരിച്ചു പോകുന്നവർക്ക് വേണ്ടിയിട്ട് കരയരുത്, തിരിച്ചു പോയവർക്ക് വേണ്ടിയും കരയരുത്.
അവർ അദൃശ്യമായ ഒരു സംഗീതമായി മാറിയിരിക്കുന്നു. അദൃശ്യമായ ഒരു സംഗീതം. ഒരിക്കലും മരണപ്പെട്ട എന്റെ ഇതിന്റെ മുമ്പിൽ നിന്ന് കരയരുത്. ഞാൻ അവിടെ ഇല്ല, ആ കുഴിയിലില്ല, മരിച്ചിട്ടില്ല, മരിച്ചിട്ടേയില്ല. മരണം എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ജോലി പൂർത്തിയാക്കി വേണം പോവാൻ. നമ്മുടെ ജോലി പൂർത്തിയാക്കി. നമ്മുടെ ജോലി, നമ്മൾ എന്താണോ ഇവിടെ വന്നത്, എന്ത് എക്സ്പീരിയൻസ് ചെയ്യാനോ അതിന് മുമ്പ് പോകരുത്. നമ്മൾ അത് നമുക്ക് തന്ന ജോലി, അതിപ്പോ എന്തുമായിക്കൊള്ളട്ടെ, അതിന്റെ ഇടയിൽ വരുന്ന സംഭവങ്ങൾ, രോഗങ്ങൾ, അസുഖങ്ങൾ, ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. അതെല്ലാം നമ്മൾ അവിടെ എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞൊരു ബേബി സിറ്റിംഗ്, LKG UKG, അതല്ല ചെയ്യില്ല, ഇത് ചെയ്യില്ല, മോനെ അതെടുക്കില്ല, ഇതെടുക്കില്ല എന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്യാൻ ഇങ്ങനെ പലതും ഉണ്ടാവും. അതെന്താണ്, ഇതെന്താണ്, ഇങ്ങനെയാണ് എന്നൊക്കെ നോക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് പോവാണ്. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ. ഒരു ഗ്രാമത്തിൽ ഒരു ദർവീഷ് ജീവിച്ചിരുന്നു. ഒരു ദർവീഷ്. ദർവീഷ് എന്ന് പറഞ്ഞാൽ ഒരു ഫക്കീറായ, ഒരു സാധുവായ സന്യാസി, ഒരു സാധു സന്യാസി. നിരവധി ആളുകൾ അദ്ദേഹത്തെ കടന്നു പോകുമ്പോൾ, അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ സാമീപ്യം കിട്ടുമ്പോൾ അദ്ദേഹം ഒന്നും പറയാറില്ല, ഒന്നും സംസാരിക്കാറില്ല. പക്ഷെ എല്ലാവരും പറയും അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്നാൽ ഒരു ഭാരം, മനസ്സിന്റെ ഭാരം കുറയുന്നുണ്ട്, എന്തോ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. അദ്ദേഹം വളരെ ലളിതമായിട്ടാണ് ജീവിച്ചത്. സന്യാസിമാരെല്ലാം ഒത്തുകൂടുന്ന ഒരു 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 സങ്കേതം, ഗ്രാമത്തിൽ സന്യാസിമാർ വന്ന് താമസിക്കുന്ന ഒരു ഒരു സങ്കേതം, ഒരു സത്രം സന്യാസിമാർക്കുള്ള, അവിടെയാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ലളിതമായി അത് അടിച്ചുവാരും, ക്ലീൻ ചെയ്യും. എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ അങ്ങനെയാണ് കടന്നു പോകുന്നത്. ഇവിടെയുള്ള പൂച്ചകളെയൊക്കെ വിശുദ്ധന്മാരെ പോലെ സ്നേഹിക്കും അദ്ദേഹം. അദ്ദേഹം വർത്താനം പറയും അവരോട്, എന്തൊക്കെയുണ്ട് മക്കളെ എന്നൊക്കെ ചോദിക്കും. വൈകുന്നേരമായി കഴിഞ്ഞാൽ ആ സൂഫി, അല്ലെങ്കിൽ ആ സന്യാസിമാർ താമസിക്കുന്ന, സൂഫിമാർ അല്ലെങ്കിൽ ദർവീഷുമാർ താമസിക്കുന്ന അതിന്റെ തൊട്ടു മുമ്പിൽ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ ചോട്ടിൽ ഒന്നും മിണ്ടാതെ എങ്ങനെ ഇരിക്കും. ഒരുപക്ഷെ ദൈവത്തെ സ്മരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു ചെറിയ മുറിയുണ്ട് അവിടെ. ആ മുറിയില് പൂർണ്ണമായിട്ടും നിശബ്ദനായി, കണ്ണുകൾ അടഞ്ഞ നേരിയ പുഞ്ചിരിയോടുകൂടി അദ്ദേഹം കിടക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ ശ്വാസം നിലച്ചിരുന്നു. നിശബ്ദതയിലേക്ക് പോയ മട്ട്, കൂടുതൽ ആഴത്തിലുള്ള നിശബ്ദതയിലേക്ക് പോയ മട്ട് തോന്നി. ഗ്രാമവാസികൾ മുഴുവൻ കരഞ്ഞു. അവിടെയുള്ള നേതൃത്വവും ഗ്രാമ മുഖ്യന്മാരും ഒക്കെ കരഞ്ഞു. അദ്ദേഹം, ആ ഇരുന്നിരുന്ന മരം പോലും അസാധാരണമായ ഒരു നിശ്ചലതയിലായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ ഈ കഥയല്ല ഞാൻ പറയുന്നത്. ഇതിന് ശേഷം ആ സത്രത്തിന്റെ ഒരു സൂക്ഷിപ്പുകാരനുണ്ടായിരുന്നു. എല്ലാ ആത്മീയ കാര്യങ്ങളും സംശയിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ. എല്ലാ ആത്മീയ കാര്യങ്ങളിലും സംശയമായിരുന്നു. ഇത് ശരിയാണോ, അത് ശരിയാണോ, ഇത് ശരിയാണോ, ഈ പറയുന്നതൊക്കെ ശരിയാണോ? അവൻ എല്ലാ കാര്യത്തിനും സംശയമായിരുന്നു. ഈ ഈ ഇദ്ദേഹത്തെ പോലെ എല്ലാരെയും സംശയമായിരുന്നു. പക്ഷെ അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ ആ സത്രം സൂക്ഷിപ്പുകാരനായ ചെറുപ്പക്കാരൻ, എല്ലാത്തിലും സംശയമുള്ള ചെറുപ്പക്കാരൻ കിടന്നുറങ്ങുമ്പോൾ ഒരിക്കൽ അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ഈ സന്യാസിയെ സ്വപ്നം കാണുകയാണ്. മരിച്ചുപോയ സന്യാസി. ഒരു പ്രേതത്തെ കാണുന്ന പോലെ ഭയപ്പെട്ടുകൊണ്ടല്ല, ഒരു പ്രകാശമായി, മുമ്പത്തേക്കാൾ കൂടുതൽ ശാന്തമായി, ഒരു സത്യത്തിന്റെ വെളിച്ചം പോലെ. ഈ ചെറുപ്പക്കാരന് ആകെ എന്തോ പോലെയായി. ശരിക്കും ഒറിജിനൽ ആയിട്ട് ആ രൂപത്തെ കാണുവാണ്. ശരിക്കും അയാൾക്ക് കരയാൻ തുടങ്ങി ചെറുപ്പക്കാരൻ.
നിങ്ങൾ മരിച്ചല്ലേ? നിങ്ങൾ മരിച്ചിട്ട് ഇപ്പോഴും നിങ്ങൾ അതുപോലെ തന്നെ എന്റെ മുമ്പിൽ നിൽക്കുകയാണല്ലോ. ഓ, ആ സന്യാസി പറഞ്ഞു, അല്ലയോ ചെറുപ്പക്കാരാ, എന്നെ മരണം കൊണ്ടുപോയിട്ടില്ല. അതെന്റെ വസ്ത്രം നീക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവന്റെ അടുത്തേട്ട് ആണ് ഞാൻ മടങ്ങുന്നത്. ഞാൻ ഇവിടെ തന്നെ ജീവിച്ചിരിക്കുകയാണ്. ഒരു അപരിചിതനെ പോലെയല്ല, മറിച്ച് പ്രിയപ്പെട്ടവനായിട്ട് ഞാൻ ജീവിച്ചിരിക്കുക. അപ്പോ ഈ ചെറുപ്പക്കാരൻ ആ സന്യാസിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ശ്വാസം നിലച്ച സമയത്ത് നിങ്ങൾ എന്താണ് കണ്ടത്? അപ്പോൾ ആ സന്യാസി പറയുകയാണ്, എന്റെ ശരീരം വിട്ട നിമിഷം എനിക്ക് എന്നെ നഷ്ടപ്പെട്ടായിട്ട് തോന്നിയില്ല. എന്നെ ഒന്ന് കണ്ടെത്തിയതായിട്ട്, എന്നെ യഥാർത്ഥത്തിൽ കണ്ടെത്തിയതായിട്ട് എനിക്ക് തോന്നി. എന്നെ തന്നെ എനിക്ക് എന്റെ മുന്നിൽ കാണാൻ കഴിഞ്ഞു. പക്ഷേ എന്റെ മുഖമല്ല അതിനെ കാണിച്ചത്. എന്റെ സത്തയാണ് ഞാൻ കണ്ടത്. എന്റെ സത്ത. ഞാൻ സ്നേഹിച്ച ഓരോ നിമിഷവും അത് സ്വർണം പോലെ പ്രകാശിക്കാൻ തുടങ്ങി. ഓരോ ഓരോ ഞാൻ ചെയ്ത സ്വാർത്ഥ പ്രവൃത്തികളും, ഞാൻ തെറ്റായി ചെയ്ത പ്രവൃത്തികളൊക്കെ ഒരു പൊടി പോലെ ഞാൻ കണ്ടു. അവിടെ ന്യായവിധി ആയിരുന്നില്ല, ഒരു അനാവരണമായിരുന്നു, അനാവരണം. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ആ സ്വപ്നത്തിൽ അവനൊരു ആത്മജ്ഞാനം ഉണ്ടായി. ആ സന്യാസി പറഞ്ഞു, ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയത് ജീവിതകാലം മുഴുവൻ ഞാൻ ആ സ്നേഹിച്ച രൂപത്തിലാണ്. അവൻ എനിക്ക് ആഴമുള്ള നിശബ്ദതയായിരുന്നു, അതിലും ആഴമുള്ള സ്നേഹമായിരുന്നു, അതിലും ആഴത്തിലുള്ള ദയയായിരുന്നു, അതിലും ആഴത്തിലുള്ള കാരുണ്യമായിരുന്നു. വാക്കുകളില്ലാതെ തന്നെ ആ ഡിവൈനിറ്റി എന്നെ ആശ്ലേഷിച്ചു. ചെറുപ്പക്കാരൻ ലാസ്റ്റ് പോവാൻ നേരം ചോദിച്ചു, നിനക്ക് ഭയമായിരുന്നോ? ഞാൻ ഒന്നിനെയും ഭയപ്പെട്ടില്ല. കാരണം ഞാൻ മുമ്പേ പലവട്ടം എന്റെ അഹങ്കാരം മരിച്ചിരുന്നു, എന്റെ ഭയം മരിച്ചിരുന്നു, എന്റെ ശത്രുക്കളോട് ഞാൻ ക്ഷമിച്ചിരുന്നു. അതെല്ലാം അതിനു മുമ്പ് തന്നെ എന്റെ ശത്രുക്കളോടുള്ള പകയൊക്കെ അന്നേ മരിച്ചിരുന്നു. ഞാൻ സ്നേഹിച്ചിരുന്നതെല്ലാം ഞാൻ ത്യജിച്ചിരുന്നു. അങ്ങനെ മരണം വരാൻ നേരം എനിക്കൊന്നും എടുക്കാൻ അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉയരാൻ തയ്യാറായ ഒരു ജ്വാല മാത്രമായിരുന്നു ഞാൻ. അതുകൊണ്ട് നീ സമൂഹത്തോട് പറയുക, ഒരിക്കലും മരണത്തെ ഭയപ്പെടരുത്. യഥാർത്ഥത്തിൽ ആരാണ് എന്നത് മറക്കുന്നത് മാത്രം ഭയപ്പെടുക. അങ്ങനെ ഭയപ്പെട്ടാൽ യഥാർത്ഥത്തിൽ ആരാണ് എന്നത് മറക്കാൻ നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്, എന്റെ സോളിന്റെ പവർ എന്താണ്, എന്റെ ആത്മാവിന്റെ പവർ എന്താണ് എന്ന് നിങ്ങൾ വളരെ കൃത്യമായി ഓർക്കുന്നുണ്ട്. അത് ഓർക്കും. ഈ ചെറുപ്പക്കാരൻ കണ്ണീരോടുകൂടി സ്വപ്നത്തിൽ നിന്ന് ഉയർന്നു. പിറ്റേന്ന് ആ സന്യാസി ചെയ്തിരുന്നത് പോലെ ആ സത്രമെല്ലാം അടിച്ചു വാരാൻ തുടങ്ങി. പിറ്റേ ദിവസം മുതൽ ഇദ്ദേഹത്തിന്റെ ജീവിതം ചേഞ്ചായി. പൂച്ചകളോടും മൃഗങ്ങളോടും ഒക്കെ സംസാരിക്കാൻ തുടങ്ങി. ആ സന്യാസി ചെയ്തിരുന്നത് പോലെ തന്നെ വൈകുന്നേരം പോയി ആ മരത്തിന്റെ ചുവട്ടിലിരിക്കാൻ തുടങ്ങി, ആശ്വാസമായി എല്ലാം വിട്ട്. ഗ്രാമവാസികൾ മുഴുവൻ പറഞ്ഞു, ആ സന്യാസി വഹിച്ചിരുന്ന ഒരു സുഗന്ധം ഇപ്പോൾ വീശുന്നത് ഈ യുവാവിലൂടെയാണ്. അവിടെ എന്തോ ഒരു മാറ്റം സംഭവിച്ചു. ഒരിക്കലും ആ സന്യാസി വിട്ടുപോകാത്ത രീതിയിൽ വീണ്ടും അതിന്റെ കണ്ടിന്യൂവേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മരണശേഷവും ചില ആത്മാക്കൾ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. അവർ ആത്മജ്ഞാനം പകർന്നു കൊടുത്തിട്ട് പോയവരാണ്. വരുന്ന തലമുറ മുഴുവൻ അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാം സമർപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാം സമർപ്പിക്കുക. ഈ കെട്ടുപാടുകളിൽ നിന്നും ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ മോചിതരാകും. അതാണ് ആത്മജ്ഞാനത്തിന്റെ വഴി. എല്ലാത്തിൽ നിന്നും മോചിതരാകും. മനസ്സിലായോ? അതാണ് ആത്മാവിന്റെ വഴി. ആത്മാവ് നഷ്ടപ്പെടുന്നില്ല, ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഓക്കെ.
ആത്മാവിന് മരണമില്ല എന്ന് പറയുന്നത് ശരി, അത് വിശദീകരിച്ചു. ആഗ്രഹങ്ങൾ തീരാതെ മരിക്കുന്നവൾ, ആഗ്രഹങ്ങൾ തീരാതെ ഒരാൾ മരിക്കുന്നില്ല. അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. ആഗ്രഹങ്ങൾ തീരുന്നില്ല എന്നുള്ളത് നമ്മുടെ, അതാണ് ടൈമിന്, നിങ്ങൾ സമയത്തിന് മുന്നേ ചലിക്കുകയാണ്. അതാണ് ആഗ്രഹം തീരാത്തത്. ഇപ്പോഴത്തെ ആഗ്രഹം എന്താണോ അത് തീർന്നു. നാളെ ആഗ്രഹം ഇല്ലല്ലോ. നിങ്ങൾ ഇപ്പൊ ജീവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ്? ക്ലാസ് കേൾക്കുക, ഇങ്ങനെ ഒരു സോൾ അവേക്കനിങ് ഇത് കേൾക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം. ഇപ്പോഴത്തെ ആഗ്രഹമാണ്. നാളത്തെ ആഗ്രഹം ഇല്ല. ഇപ്പൊ തീർന്നു. സൂര്യന്റെ ഇപ്പൊ തീരുന്ന സമയം ഇപ്പൊ തീരും. ചന്ദ്രന് ഇപ്പൊ തീരും. ഭൂമി ഇപ്പൊ തീരും. നിങ്ങൾ മാത്രം പിന്നത്തേട്ട് വെക്കാണ്. എവിടെയാണ് ആഗ്രഹം? എവിടെയാണ് ആഗ്രഹം? ഈ നിമിഷം തീർന്നു. ഈ നിമിഷത്തിൽ ജീവിക്കണം. ഈ നിമിഷം. ഇപ്പൊ എവിടെയാ ആഗ്രഹം? ആഗ്രഹം തീരാതെ ആരും മരിക്കുന്നില്ല. അവരുടെ സമയത്താണ് അവർ മരിക്കുന്നത്. ആഗ്രഹം തീരാത്തൊരു കണ്ടീഷനേ ഇല്ല. ഇറ്റ്സ് എ ഫേക്ക്. എന്താഗ്രഹമാണ്? എന്താഗ്രഹമാണ് തീരാതെ പോകുന്നത്? എന്താഗ്രഹം? നിങ്ങളുടെ സ്വന്തം എന്താഗ്രഹം? നിങ്ങളുടെ സ്വന്തം എന്താഗ്രഹം? മക്കളെ വലുതാക്കണം, മക്കളെ കെട്ടിക്കണം, മക്കളെ പഠിക്കണം, അതൊന്നും നിങ്ങളുടെ ആഗ്രഹമല്ല. അതൊക്കെ മക്കളല്ലേ? അതൊക്കെ മക്കള് നേരിടണ്ടല്ലേ? നിങ്ങൾ നേരിടണ്ട. ഗർഭപാത്രത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ പിതാവ് നഷ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ട്. ആ കുട്ടി ജനിക്കുന്നില്ല, വളരുന്നില്ല. കുട്ടി ജനിച്ചതിന് ശേഷം മാതാവ് നഷ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ട്. അവരെയൊക്കെ മാതാപിതാക്കളാ നോക്കിയത്. എന്താഗ്രഹം? നിങ്ങളുടെ സ്വന്തം എന്താഗ്രഹം? നിങ്ങളുടെ ആത്മാവിന്റെ സോളിന്റെ ആഗ്രഹം. അതിന്റെ സ്റ്റോപ്പ് ഇപ്പോഴാണ്, ഈ സെക്കൻഡ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആഗ്രഹം ബാക്കിയാകുന്നത്? ആഗ്രഹം ഈ സെക്കൻഡാണ്. സെക്കൻഡിന്റെ മില്ലി 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 സെക്കൻഡ്സ്. അത് സെക്കൻഡും ഇല്ല. ദിസ് ടൈം സെക്കൻഡ്സ് ഇല്ല അവിടെ. ഇപ്പോൾ ഇപ്പൊ നിങ്ങൾ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത സമയമാണ്. 1 മിനിറ്റ് കഴിഞ്ഞാൽ, 2 മിനിറ്റ് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് നെക്സ്റ്റ് ടൈം ആണ്. അത് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ജീവിക്കുക, ഈ നിമിഷത്തിൽ. ഓക്കെ, മനസ്സിലായില്ല എന്നുകൊണ്ട് കാര്യമില്ല. ഏത് കാര്യമാണ് എന്ന് പറയാം. ആഗ്രഹങ്ങൾ ബാക്കിയാവണ കാര്യമാണോ ഉദ്ദേശിച്ചത്? എന്ത് കാര്യമാണ്? 3 മിനിറ്റ് ഉള്ളൂ പ്രോസസ്സിലേക്ക് കടക്കാൻ. അത് കഴിഞ്ഞ് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, എല്ലാവരും റെഡിയാകും. ലിവിങ് ഇൻ ദ പ്രസന്റ്, ഈ നിമിഷം. അതിനാണ് ഈ ലിവിങ് ഇൻ ദ പ്രസന്റ് എന്ന് എല്ലാവരും പറഞ്ഞത് മോട്ടിവേഷനിലൊക്കെ. നിങ്ങൾ ഇപ്പൊ തന്നെ ജീവിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്താ ആഗ്രഹമാണ്? ഈ നിമിഷമുള്ള ആഗ്രഹമുള്ളൂ. ഇത് കഴിഞ്ഞ ആഗ്രഹമില്ല. ഈ പ്രസന്റ് എന്താണ്? മുമ്പ് വരാൻ പോണ കാര്യമാണോ നിങ്ങൾ ആലോചിക്കുന്നത്? വരാൻ പോണ കാര്യമാണെങ്കിൽ ഇല്ല. വരാൻ പോകുന്ന ഒരു ആഗ്രഹം ഒരാൾക്ക് വെക്കാൻ പാടില്ല എന്നായി പറഞ്ഞു. മനസ്സിലായില്ലേ? അതാണ് സമയം. അത് ഞാൻ ഈ വിഷയം വിശദീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞത്. അകാല മരണം എന്നൊന്നും ഇല്ലല്ലോ. അകാല മരണം എന്ന് പറഞ്ഞത് എവിടെയാണ്? ആരാണ് ആ പേരിട്ടത്? അകാല മരണം എന്ന പേരിട്ടത് ആരാണ്? കുട്ടി ഉണ്ടായി ഓൺ ദ സ്പോട്ടിൽ മരിച്ചു പോണില്ലേ? ഓൺ ദ സെക്കൻഡിൽ തന്നെ. ചിലപ്പോ ഒന്ന് കരഞ്ഞു മരിച്ചു പോകുന്നില്ലേ? ഇങ്ങനെ ഏതെല്ലാം സമയത്ത് മനുഷ്യൻ മരിച്ചു പോകുന്നു? ഏതെല്ലാം സമയത്ത്? ആ ആത്മാവിന് അത്രയാണ് ടൈം ഇവിടെ. ടൈം, സമയമാണ് പ്രധാനം. സമയം, ടൈം. അതുകൊണ്ടാണ് ഈ പ്രസന്റിൽ ഇപ്പോ ജീവിക്കണം. ഇപ്പോൾ. ഇപ്പോൾ ഒരാൾക്ക് കടമുണ്ട്, അത് തീർക്കണം എന്നുള്ള ആഗ്രഹം അല്ലാതെ തീർക്കാൻ.
നമ്മൾ തീർക്കാൻ ശ്രമിക്കുന്നു എന്നല്ലേ ഉള്ളൂ. അത് ആഗ്രഹം എന്ന് പറയാൻ പറ്റില്ല. തീർക്കണം എന്നുള്ള മനസ്സിൽ തീർക്കണം എന്നുള്ള ഒരു എന്താണ് പറയുന്നത്, ഒരു ഉദ്ദേശം, ഒരു ലക്ഷ്യമുണ്ട് നമുക്ക്. ലക്ഷ്യം എന്ന് പറയാം, ലക്ഷ്യം എന്ന് പറയാം, ആഗ്രഹം എന്ന് പറയാൻ പറ്റൂല. കടം തീർക്കുക എന്നുള്ളത് ആഗ്രഹമല്ല, ലക്ഷ്യമാണ്. അറബി പറഞ്ഞ നെയ്യത്ത്, ഉദ്ദേശം. ഉദ്ദേശമാണ് കടം തീർക്കുക എന്നുള്ളത്, ആഗ്രഹമല്ല, ഉദ്ദേശം. നിങ്ങൾക്ക് 1 കോടി രൂപ കടമുണ്ട്, നിങ്ങൾ എപ്പം മരിക്കുന്നു നിങ്ങൾക്ക് പറയാൻ പറ്റൂ. പിന്നെ ആഗ്രഹം എങ്ങനെയാവണേ? ഈ സെക്കൻഡ് മരിച്ചു. അത് ലക്ഷ്യമാണ്, ഉദ്ദേശമാണ്. ആഗ്രഹത്തെ ഉദ്ദേശത്തെയും നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അവിടെ. എനിക്ക് ജീവിതത്തിൽ എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ട്, അതെന്റെ ഉദ്ദേശമാണ്, ആഗ്രഹമല്ല. ആഗ്രഹമല്ല, ആഗ്രഹമായിട്ട് ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? അതുകൊണ്ടാണ് കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരും. പക്ഷെ 7 മണി എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സിന്റെ ടൈമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും റെഡി ആവുക. 7 മണി ഓക്കെ, നമ്മുടെ പ്രോസസ്സിന്റെ ടൈമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എല്ലാവരും കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുക, കംപ്ലീറ്റ്ലി സമർപ്പിക്കുക. നിങ്ങളുടെ ഈഗോ, അഹങ്കാരം, അസൂയ, കാപട്യം, ദേഷ്യം എല്ലാം കുറച്ചു നേരത്തേട്ട്, ഒരു ഏതാനും നിമിഷങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കുക. കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുക, കംപ്ലീറ്റ്ലി സമർപ്പിക്കുക. ഓക്കെ.